സൂര്യയുടെ കമ്പാക്ക് അത്രേ ഉള്ളൂ. സമരാധം ഒന്നും പറയാനില്ല. മൊത്തം ലാഗാ പടം. കാർത്തിക് സുബാലിന്റെ പടമായിട്ട് പറയാൻ പറ്റത്തില്ല. ഭയങ്കര ലാഗായിരുന്നു പടം. പിന്നെ അത്ര പോരാ. ആവറേജ്, എക്സ്പെക്ടേഷൻ അത്ര ഇല്ല. ആവറേജ്. നമ്മൾ അയൺ പോലെ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ അയൺ പോലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വെറും അയണി ചക്ക പോലെയാണ് ഇരുന്നത്. ഞാൻ എന്തെന്ന് പറയാ, മലയാളത്തിലെ ജോർജ് ജോർജൊക്കെ വന്ന് ചുമ്മാ വെറും വാഴ വെട്ടിയിടൂല, അതേപോലെ വാഴ തന്നെ വെട്ടിയാണ് വീണത്. കാർത്തിക് സുബ്രാമിന്റെ പടങ്ങൾ കണ്ടുവരുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടും. അവന്റെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ സൂര്യക്ക് അവന്റെ പടം കൊടുത്ത് എങ്ങനെ ഇരിക്കും അതാണ്. അല്ലാതെ നമ്മൾ ഓവർ ഹൈപ്പ് ചെയ്ത് വരുന്നത്. കാർത്തിക് സുബ്രാജ് എന്താണ്, അതാണ് ഈ പടം. നല്ല പടം, ഒരു അടിപൊളി രസമാണ്. വിചാരിച്ചത്ര വന്നില്ല, പക്ഷെ നല്ല പടം, മോശം പടമല്ല. സൂര്യ അടിപൊളി, ഭയങ്കര ആക്ടിങ് ആണ് സൂര്യ. അതുപോലെ തന്നെ പൂജ ഹെഡ്സും സൂപ്പർ പടം, നല്ല സ്റ്റോറി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. നല്ല അടിപൊളിയായിട്ടുണ്ട്. ആക്ടിങ് വൈസ് ആയിരുന്നാലും സൂര്യ മൊത്തം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് തുടക്കത്തിൽ കുറച്ച് ലാഗായിട്ട് തോന്നി, പക്ഷെ ബാക്കിയെല്ലാം അടിച്ചു പൊളിച്ചു. കാർത്തികിനെ കുറച്ച് ഷോ പോയി അല്ല, കുഴപ്പമില്ല. വേറൊരു രീതിയിലുള്ള മൂവിയാണ്. പറഞ്ഞു ചേട്ടാ, വലിയ കാര്യമൊന്നുമല്ല, ഒട്ടും കൊള്ളൂല. കാർത്തിക് സുബ്രാജിന്റെ പടത്തിന്റെ ഒരു റേഞ്ചും വന്നിട്ടില്ല. ഭയങ്കര ലാഗും ഒരു കാര്യമില്ലാത്തൊരു പടമാണ് സൂര്യ. ഫേസ് തന്നെയാണ് ഈ പടത്തിൽ അത്യാവശ്യം കൊള്ളാന്നുള്ളത്. എന്നാലും ഇപ്പൊ ഇറങ്ങിയ സൂര്യയുടെ പടം അനുസരിച്ച് ഇതാണ് ബെസ്റ്റ്. കൊള്ളാൻ, നല്ല സൂപ്പർ പടം, കണ്ടിരിക്കാനുള്ള പടം. സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സ് പോർഷൻ പക്ഷെ അത് കൊള്ളാൻ, നല്ല രസമുണ്ട്. പടം അങ്ങനത്തെ ഒരു രീതിയിൽ പോയി. ഫസ്റ്റ് ഹാഫ് വേറെ രീതിയിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ വേറെ രീതിയിലാണ് പോയത്. അത് എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ളൊരിത്. പക്ഷെ പടം കൊള്ളാം, നൈസാണ്.